ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 11:42. ഞാൻ വർക്കിൻ്റെ തിരക്കിലായതുകൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ +75 ആണ് നിഫ്റ്റി 50 കാണിക്കുന്നത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അവിടെ മേളിൽ പോയിട്ട് പിന്നെ 200 EMIയുടെ താഴത്തേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 23,820 സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിൽ ഇങ്ങനെ തട്ടി ഇപ്പോൾ 2 തവണ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് താഴേക്കൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് ആ പൊസിഷൻ. ഇവിടെ താഴെ കാണാം. 23,600 ഒരു പുട്ടെടുത്ത് ഇപ്പോൾ അത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. താഴേക്ക് വരുന്നുള്ളൊരു കാരണം അവിടെ 2 തവണ അവിടെ നിന്ന് റിജക്റ്റായി. പക്ഷേ 2 തവണ വീണ്ടും വന്നിട്ടുണ്ട്. താഴേക്ക് തന്നെ പോരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ എടുത്തേക്കണം. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ട്രേഡ് എടുക്കാൻ പറ്റിയില്ല, തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഈ ട്രെൻഡ് ലൈൻ ഞാൻ ഇതുപോലെ ഒന്ന് ഈ ചാർട്ട് പാറ്റേൺ എന്ന് ഞാൻ വരച്ച് നോക്കി. അപ്പോൾ ഇവിടെ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു പോൾ ആൻഡ് ഫ്ലാഗും കൂടിയാണ്. ഇവിടെ ഒരു പോൾ കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പോൾ ആൻഡ് ഫ്ലാഗും കൂടിയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പോൾ ആൻഡ് ഫ്ലാഗ് ആണ്. കണ്ട, ഒരു പോൾ ആൻഡ് ഫ്ലാഗാണ് ക്രിയേറ്റ് ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് മേളിലേക്കാണ് ശരിക്കും പോകേണ്ടത്. പോൾ ആൻഡ് ഫ്ലാഗ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മേളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ താഴേക്കും ഞാനൊരു ചാൻസ് കാണുന്നുണ്ട്. ഞാനത് ആദ്യം നോക്കിയില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിത് വരച്ച് നോക്കിയത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. നമുക്ക് നോക്കാം എന്തായാലും. താഴേക്ക് തന്നെ പ്രതീക്ഷിക്കാം. കുറച്ചൊന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചിട്ടിരിക്കുന്ന ടാർഗറ്റൊന്നും എത്തില്ലെങ്കിലും നമ്മുടെ ഏകദേശം ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലെവലൊക്കെ ക്രോസ് ചെയ്യാൻ കണക്കിന് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ആവാം. അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. നമ്മൾ എടുത്ത ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പൊസിഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 465 രൂപയ്ക്കാണ് നമ്മൾ എടുത്തേക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിയാൽ മതി. ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കി. ഞാൻ വരച്ച ആ ട്രെൻഡ് ലൈനിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് താഴേക്ക് കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് എങ്ങോട്ട് തിരിച്ച് കയറുന്ന പോലെ തോന്നണം. ഒരു 80 റുപ്പീസ് വരെയൊക്കെ വന്നതാണ്. അവിടെ നിൽക്കുകയാണോ അതിന് താഴേക്ക് വരുമോ എന്നുള്ളത്. കാരണം ഇവിടെ ചെറിയൊരു സപ്പോർട്ട് പോലെ കാണുന്നുണ്ട്. അതും കൂടി ബ്രേക്ക് ചെയ്യണം. 23,800 കണ്ടില്ലേ, ഇവിടെ നല്ല ബൈയിങ് പ്രഷറുണ്ട്. 23,800 അത് ബ്രേക്ക് ചെയ്ത് പോയെങ്കിലാണ് പിന്നെ താഴേക്ക് 700 വരെയെങ്കിലും നമുക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് കുറച്ച് കഷ്ടമായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ. 800 നല്ല ബൈയിങ് പ്രഷറുണ്ട്. താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അത് ക്രോസ് ചെയ്ത് കിട്ടണം ആ ഒരു പോയിൻ്റ്. 23,800 ക്രോസ് ചെയ്യണം. പോരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടിയാലും മതി. ആ ഒരു ലെവലിൽ ഒരു 23,800 ക്രോസ് ചെയ്യുന്നുണ്ട്. ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇത് താഴേക്ക് വരും. ക്രോസ് ചെയ്തു അതിന് പോന്നോളും, പ്രശ്നമില്ല. പോരട്ടെ. 23,800 ക്രോസ് ചെയ്യുന്നു. കുറച്ചും കൂടി അങ്ങോട്ട് ആ ബോഡി കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ അതിന് താഴെ ഓപ്പൺ ആവും. 800 താഴെ വെച്ചിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആവണം. എന്നാലേ അതിങ്ങോട്ട് താഴേക്ക് പോരത്തുള്ളൂ. പോരുന്നുണ്ട്. ഡീക്ക് അടിക്കുന്നുണ്ട്, നന്നായിട്ട് ഡീക്ക് അടിക്കുന്നുണ്ട്. കമോൺ. അവിടെ നല്ല പ്രഷറാണ്. അതവിടെ നിന്ന് കളിക്കണം. വേണ്ട, അത് ക്രോസ് ചെയ്ത്
ഇനി ഇവിടെ നിന്ന് മേളിൽ നിന്നുള്ള സെല്ലിംഗ് പ്രഷറും കൂടി വന്നു കഴിഞ്ഞാലാണ് താഴേക്കാണ് പോരുള്ളൂ. ക്രോസ് ചെയ്ത് പോരട്ടെ. വീണ്ടും കയറാണോ? 800 താഴെ വെച്ചിട്ടാണ് ഓപ്പൺ ആയേക്കണം. അപ്പോൾ കുഴപ്പമില്ല, താഴേക്ക് തന്നെ പോരും. താഴേക്ക് തന്നെ പോരട്ടെ. വേണ്ട, കുറച്ചും ചെറുതാക്കാം. അവിടെ ലിക്വിഡിറ്റി, ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ക്യാൻഡിലൊക്കെ ലിക്വിഡാണ്. അവിടെ നിന്നൊക്കെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി താഴേക്ക് വരേണ്ടതാണ്, നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു FVG ആണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഈ ഒരു ക്യാൻഡിലും തമ്മിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. എന്തായാലും അതെടുക്കാൻ വരേണ്ടതാണ് താഴേക്ക്. നോക്കാം. പിന്നെ ഇവിടെയുണ്ട് ഈ ഒരു ഗ്യാപ്പ് എടുക്കും. ലെറ്റ്സ് സീ. അവിടെ നിന്ന് തിരിച്ച് കയറാമെന്നാണ്. 800 മേളിലേക്ക് വന്നു. താഴെ തന്നെ ഇടുന്ന് കളിക്കണം, എന്നാലേ താഴേക്ക് പോരുള്ളൂ. ചിലപ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടാവും. ഒരു 2-3 ക്യാൻഡിൽ ചിലപ്പോൾ അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ താഴേക്ക് വരുള്ളൂ. സ്പൈക്ക് ചെയ്ത് ഒറ്റ ക്യാൻഡിലായിട്ട് താഴേക്ക് വേണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിന്ന് കളിച്ച് കഴിഞ്ഞാൽ DK അടിക്കും. കാരണം ഇന്ന് ഞാൻ എടുത്തേക്കണ പൊസിഷൻ ഇതാണ്ട 23,600 പൊസിഷൻ എടുത്താണ്. അത് ഇവിടെയാണ്. ഇവിടെ എത്ര താഴെ നോക്കി. നമ്മളിപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഏകദേശം 200 പോയിൻറ്റ്സ്. അതെ, ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് 200 പോയിൻ്റ് മാറിയിട്ട് നമ്മൾ എടുത്തേക്കണം. പിന്നെ എക്സ്പയറി ഡേ അടുക്കും തോറും DK കൂടും. നോക്കാം. തിരിച്ച് കയറിയിട്ട് ഇറങ്ങിയാൽ കുറച്ച് പണിയാണ്. ഒന്നുകൂടി താഴേക്ക് ഒന്നുകൂടി ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 150 റുപ്പീസ് വരെയൊക്കെ വന്നു. എന്നിട്ട് വീണ്ടും മേളിലേക്ക് തന്നെ കയറിപ്പോയി. നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും അത് താഴേക്ക് വരും. കാരണം അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ 800 താഴെ വരികയും ചെയ്തു. നമുക്ക് ഓപ്ഷൻ ചെയിൻ ഒന്നുകൂടി നോക്കാം. ഓപ്ഷൻ ചെയിനിൽ പക്ഷേ ബൈയിങ് പ്രഷർ ഉണ്ട്. 700-ലും 600-ലൊക്കെ ഉണ്ട്, 750-ലുണ്ട്. അറിയില്ല എങ്ങനെയാന്ന്. എന്തായാലും പോകുന്ന പോലെ അങ്ങോട്ട് പോവാം. ഓക്കെ, താഴേക്ക് പോരുകയാണെങ്കിൽ എനിക്ക് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെക്കാം. പിന്നെ വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ട്രെയിലിംഗ് SL നിർത്താം. ഇവിടെ നിന്ന് ട്രെയിലിംഗ് SL നിർത്തിയിട്ട് വേണമെങ്കിൽ താഴേക്ക് പിന്നെ ആ റാലി വരുവാണെങ്കിൽ അത് ചേസ് ചെയ്യാം. ട്രെയിലിംഗ് SL വരുമ്പോൾ ഞാനിവിടെ പോയി നോക്കട്ടെ കേട്ടോ. ആക്ച്വലിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ആക്ച്വലി ഇവിടെ ഈ ഒരു ലെവലിൽ വരെ വന്നല്ലേ, 24 വരെ വന്നു. 24-ൽ നിന്ന് ട്രെയിലിംഗ് SL വരുമ്പോൾ ഒരു സ്പൈക്ക് അടിച്ച് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു സ്പൈക്ക് തന്നെ കിട്ടും. നല്ലൊരു പ്രോഫിറ്റിലേക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് വരും. ഇതിൽ അവിടെ നിന്ന് കളിക്കുമ്പോഴാണ് താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, പോരട്ടെ.
കണ്ട അവിടെ വരെ വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 50% അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് താഴെ വരണം. ഇപ്പോൾ 26 ആയില്ലേ. 26 നമുക്കൊരു 28 നമുക്ക് ട്രെയിലിംഗ് SL നിർത്താം. 200 rupees ട്രെയിലിംഗ് SL നിർത്താം. 27 നിർത്താം. 27 ആകുമ്പോൾ കറക്റ്റാണ്. നമുക്കത് കവർ ചെയ്ത് പോട്ടെ, എന്നിട്ട് ട്രെയിലിംഗ് SL നിർത്താം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ വരാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എടുക്കാം. ഇവിടെ നിന്ന് റിട്ടേൺ ആവുക എന്നുള്ളതാണ് ഡൗട്ട്. 23,774 കാരണം അവിടെ അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഏരിയ ആണത്. അവിടെ നിന്ന് താഴേക്ക് വരണം. ഇപ്പോൾ എന്തായാലും 27 രൂപയിൽ നമുക്ക് SL ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ SL വെച്ചാൽ 10 രൂപയിലാണ്, നേരെ 27 രൂപയ്ക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മതി. SL എഡിറ്റ് ചെയ്താൽ മതി. SL എഡിറ്റ് ചെയ്ത് 27 കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇവിടെ മോഡിഫൈ എടുത്തു കഴിഞ്ഞാൽ 27 കൊണ്ട് നോക്കാം. 27 കവർ ചെയ്ത് പോകണം, എന്നാലേ അത് വയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കവർ ചെയ്ത് പോട്ടെ. ഒന്നുകൂടിയും പോട്ടെ, എന്നാലും അത് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് SL അടിക്കും. കവർ ചെയ്ത് കുറച്ചുകൂടി കയറി വരികയാണെങ്കിൽ SL ഒരു 27 കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ 27 ആയിട്ടില്ല. അത് ക്രോസ് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് SL അടിക്കും. കാരണം ഇവിടെയും കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, FVG. അതെടുക്കാൻ വരും എന്തായാലും. പറയാൻ പറ്റില്ല കേട്ടോ. ഇനി ഇവിടുന്ന് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഇന്നും 3G ആവും. ഇല്ല, നോക്കട്ടെ. 750 ക്രോസ് ചെയ്യണം. 700 പിന്നെ ചെറിയൊരു ഡിലേ ഉണ്ടാവും. 750 ക്രോസ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ ഓക്കെ, വി ആർ ഗുഡ്. വീണ്ടും അത് താഴേക്ക് വരുന്നുണ്ട്. അത് കുറച്ചൊന്ന് മേളിൽ പോയായിരുന്നു, നെഗറ്റീവൊക്കെ ആയിരുന്നു. പിന്നെ വീണ്ടും താഴേക്ക് തന്നെ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എക്സിറ്റ് ആവാൻ തോന്നണം. ഇനി നമ്മൾ കൂടുതൽ പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ചിലപ്പോൾ ഉള്ളതും കൂടി ഇല്ലാതാവും. ഞാൻ ഫുൾ എന്തായാലും എടുക്കാൻ നോക്കുന്നില്ല. ഓക്കെ, എന്തായാലും കയറി വരുന്നുണ്ട്. നോക്കട്ടെ, 250 ഇറങ്ങാൻ പറ്റുമായിരിക്കും. ഞാൻ എന്തായാലും ഈ SL ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, SL ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി പൊസിഷൻ കൂടി എക്സിറ്റ് ചെയ്യാൻ പോവാണ്. പൊസിഷൻ ഇവിടുന്ന് എക്സിറ്റ് ആവും, അതായിരിക്കും നല്ലത്. കാരണം എനിക്ക് കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതും കൂടി ഇല്ലാതാവും. എക്സിറ്റ്, ഞാൻ എക്സിറ്റായി. 233 അത് മതി. അതിൽ കൂടുതൽ ഇനി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അവിടെ നിന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പണിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് 50% കിട്ടിയിട്ടുണ്ടാവില്ലേ? അത് കറക്റ്റ് 50% നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ, അത് മതി. ഇനി മേളിലേക്ക് പോവുക താഴേക്ക് വരുമോ, ദാറ്റ്സ് അപ് ടു ദം, നമുക്ക് വിഷയമല്ല. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി മറ്റൊരു ട്രേഡിങ്ങിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.